celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഇന്ത്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി സെപ്റ്റംബർ 8 അമേരിക്കൻ ഇന്ത്യക്കാരെയും മറ്റുള്ളവരെയും ടെക്സസിലെ ഡാളസിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ അഭിസംബോധന ചെയ്യുന്നു. ഇന്ത്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി സെപ്റ്റംബർ 8 അമേരിക്കൻ ഇന്ത്യക്കാരെയും മറ്റുള്ളവരെയും ടെക്സസിലെ ഡാളസിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ അഭിസംബോധന ചെയ്യും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നടത്തുന്ന ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പൊതുയോഗത്തിൽ അമേരിക്കൻ ഇന്ത്യക്കാരോടൊപ്പം അമേരിക്കൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. മഹത്തായ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും തുരങ്കം വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യാവകാശങ്ങളും ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ മുന്നണിയുടെയും നേതാവായ ശ്രീ രാഹുൽജിയുടെ അമേരിക്കൻ സന്ദർശനം വളരെയധികം പ്രതീക്ഷകൾക്ക് വക നൽകുന്നതാണെന്ന് ഇന്ത്യൻ ഓവർസീസ് പ്രവർത്തകർ അവകാശപ്പെട്ടു. അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ശാഖകളുള്ള ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സംഘടന ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഡാളസ് യോഗത്തിൽ സമുചിതമായ ഒരു വമ്പൻ വരവേൽപ്പാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഭാരവാഹികളായ ശ്രീ ജോർജ് എബ്രഹാം, ശ്രീ തോമസ് ഒലിയൻകുന്നേൽ തുടങ്ങിയവർ പറഞ്ഞു. ശ്രീ ജോർജ് എബ്രഹാം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അമേരിക്കൻ റീജിയൻ വൈസ് ചെയർമാനാണ്. അതുപോലെ ശ്രീ തോമസ് ഒലിയൻകുന്നേൽ ഹ്യൂസ്റ്റൺ ചാപ്റ്റർ ഇന്ത്യൻ ഓവർസീസ് പ്രസിഡന്റും. ഇവർ ഇരുവരും ഇന്ത്യയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ പോയി കോൺഗ്രസിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന് അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ കേരള ഘടകമുള്ള മാതിരി തന്നെ മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഘടകങ്ങളുണ്ട്. അതിനാൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഡാളസ് പൊതുയോഗത്തിന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ വിവിധ സ്റ്റേറ്റ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഘടകങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിനാൽ തന്നെ അന്ന് അവിടെ വെച്ച് ഒരു വമ്പിച്ച ജനതയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ചെയർമാൻ ഡോക്ടർ സാം പിത്രോഡ, വൈസ് ചെയർമാൻ ജോർജ് എബ്രഹാം, കേരള ചാപ്റ്റർ ചെയർമാൻ തോമസ് മാത്യു, കേരള ചാപ്റ്റർ പ്രസിഡന്റ് സതീശൻ നായർ, സെക്രട്ടറി സജി കരിമ്പന്നൂർ, ഹ്യൂസ്റ്റൺ ചാപ്റ്റർ പ്രസിഡന്റ് തോമസ് ഒലിയൻകുന്നേൽ, പ്രവർത്തകരായ സാക് തോമസ്, സന്തോഷ് കാപ്പിൽ തുടങ്ങിയ അനേകരും മറ്റു കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനാ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന് പ്രവേശനം സൗജന്യമാണ്. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടവർ മുൻകൂറായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ സ്വാഭാവികമായി സെക്യൂരിറ്റിയും വളരെ കർശനമായിരിക്കും. രജിസ്റ്റർ ചെയ്യാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡാളസിലെ പ്രസിദ്ധമായ ടൊയോട്ട മ്യൂസിക് ഫാക്ടറി പവലിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും പൊതുയോഗം. അന്നേ ദിവസം തന്നെ വിദ്യാർത്ഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കുമായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേക സെഷനും അവരുടെ ചോദ്യങ്ങൾക്ക് സമുചിതമായ മറുപടിയും നൽകുന്നതായിരിക്കും. അമേരിക്കയുടെ രണ്ടാമത്തെ വലിയ സ്റ്റേറ്റായ ടെക്സസിലെ വൻ നഗരങ്ങളായ ഡാളസ്, ഹ്യൂസ്റ്റൺ, ഓസ്റ്റിൻ, സാൻ ആന്റോണിയോ, മെക്കലൻ തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഒരു വൻ ജനാവലിയെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രവർത്തകരും ഭാരവാഹികളും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.